ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളെ ഞാനൊരു ചെറിയ വാക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇത് നിങ്ങൾ മറക്കരുത്. ഈ വാക്കിന് ഇന്ന് നമ്മൾ പരിചയപ്പെടുമ്പോൾ ഏറെ അർത്ഥമുണ്ട് എന്നുകൂടി ഓർക്കുക. പ്രധാനപ്പെട്ട വാക്കാണ്. അതിന് കാരണം ഇന്നിത് നമ്മൾ കേൾക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം. പുതിയ സഭാവത്സരം ആരംഭിച്ചു എന്ന് നമുക്കറിയാം, അല്ലയോ? മലങ്കര ക്രമം അനുസരിച്ച് ന്യൂ ഇയർ ആരംഭിച്ചു. എത്ര ആഴ്ച മുമ്പായിരുന്നു? ഓർക്കുന്നുണ്ടോ? 2 ആഴ്ച മുമ്പ് ന്യൂ ഇയർ ആരംഭിച്ചു. ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളോടാണ് എൻ്റെ ചോദ്യവും ഉത്തരവും. 2 ആഴ്ച മുമ്പ് നമുക്ക് ന്യൂ ഇയർ ആരംഭിച്ചു. ന്യൂ ഇയറിൻ്റെ 3-ാമത്തെ ഞായറാഴ്ചയാണിന്ന്. ഈ 3-ാമത്തെ ഞായറാഴ്ച സക്കറിയായോടുള്ള അറിയിപ്പാണ് നമ്മൾ കേട്ടത്. സുവിശേഷം വായിച്ച് കേട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഈ കഥ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ ഇതുപോലെ മദ്ബഹായിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന സക്കറിയ അങ്ങോട്ട് കുർബാനയ്ക്ക് കയറിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, വർത്താനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ പാവം സക്കറിയയ്ക്ക് വർത്താനം പറയാതായി. അതെന്തായിരുന്നു കാരണം? നിങ്ങൾക്കറിയാമല്ലോ എന്താ പറ്റിയത്? പിന്നീട് മനസ്സിലായി, അകത്തൊരു മാലാഖയെ കണ്ടു. അകത്തൊരു മാലാഖയോട് വർത്താനം പറഞ്ഞപ്പോൾ പിന്നീട് സക്കറിയായ്ക്ക് തൻ്റെ പ്രിയപ്പെട്ടവരോട് വർത്താനം പറയാതായിപ്പോയി. എന്തൊരു കഥ! അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാൻ വരേണ്ട കാര്യമുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. അവിടെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കൊച്ചു വാക്ക്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ പറയാം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇംഗ്ലീഷിൽ ഇൻ ക്രൈസ്റ്റ്, മലയാളത്തിൽ ക്രിസ്തുവിൽ. മറക്കരുത് നിങ്ങൾ ഇത്രയും പേര്. ഇന്ന് ഈ മെഴുകുതിരി പിടിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ മക്കൾ ഈ വാക്ക് മറക്കരുത്. ഒന്നുകൂടെ പറയട്ടെ, ഇൻ ക്രൈസ്റ്റ്. ഒന്ന് പറയാൻ ശ്രമിച്ചേ. ഇൻ ക്രൈസ്റ്റ്. മലയാളത്തിലോ? ക്രിസ്തുവിൽ. എന്താണ് ഈ വാക്ക്? എങ്ങനെയാണ് ഇതിനെ ഒന്ന് പരിചയപ്പെടുക? പൗലോസ് ലീഹ ഉപയോഗിക്കുന്ന വാക്കായത്. ക്രിസ്തുവിൽ എന്ന വാക്ക് അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ഈ വേഷമെല്ലാം ഇട്ട് ഇവിടെ ഇരുന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുപാട് പേര് നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ ചിലപ്പം കൊണ്ടുതരും. ഈ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും അവശേഷിക്കുന്ന ഒരു സത്യമാണ്, ഇറ്റ് കണ്ടിന്യൂസ്. ഈ വേഷം നിങ്ങൾ ഇനി മാറിയേ പറ്റത്തുള്ളൂ. ഈ മെഴുകുതിരി കയ്യിൽ നിന്ന് മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. ഈ കസേരയിൽ നിന്ന് നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് നടന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ ഇതെല്ലാം ഇവിടെ അവസാനിക്കും. ഇവിടെ ഇത് അവസാനിക്കുമ്പോഴും ദാറ്റ് വിച്ച് കണ്ടിന്യൂസ് ഈസ് ദ ഓൺലി തിങ് ഇൻ ക്രൈസ്റ്റ്. വീണ്ടും തുടരേണ്ട ഏക സത്യം ക്രിസ്തുവിൽ എന്ന സത്യമാണ്. ഇത് 2 രീതിയിലാണ് സംഭവിക്കുന്നത്. ഇത് ഒന്ന് ക്രിസ്തുവിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നു. സെക്കൻഡ് പാർട്ട് ഷുഡ് ഹാപ്പൻ ഫ്രം ആ പാർട്ട്. എൻ്റെ ഭാഗത്ത് നിന്നാണ് ഇനിയും സംഭവിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നിങ്ങൾ. ഇനിയും അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ അവസാനം, ഈ കുർബാനയുടെ അവസാനം, കുർബാന നിങ്ങൾ സ്വീകരിക്കും. അന്നേരം എന്താ സംഭവിക്കുന്നത്? ക്രൈസ്റ്റ് കംസ് ഇൻ ടു മീ. ക്രൈസ്റ്റ് ബിക്കംസ് ഇൻ മീ. ഉണ്ടോ? ക്രിസ്തു എന്നിലേക്ക് വരികയാണ് ഇനി മുതൽ. ക്രിസ്തു ഇനി മുതൽ എന്നിലേക്ക് വരുന്നത് തിരുശരീര രക്തങ്ങൾ കൊണ്ടാണ്. ഇനി എൻ്റെ ജോലി എന്തുവാ? ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയേ മതിയാവും. ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ പോകുമ്പോൾ ഇത് തന്നെ തുടരണം. എന്ത് തുടരണം? ക്രിസ്തുവിൽ തുടരണം. ക്രിസ്തു എന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൽ തുടരണം. വൺസ് ക്രൈസ്റ്റ് കംസ് ഇൻ ടു us, we have to continue in, ബാക്കി പറഞ്ഞേ, we have to continue in Christ. അത്രയേ ഉള്ളൂ കാര്യം. കേൾക്കുമ്പോൾ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ ക്രിസ്തുവിൽ തുടരണമെങ്കിൽ അതിന് ഞാൻ നിങ്ങൾക്ക് 1-2 ടിപ്സ് പറഞ്ഞുതരാം. ക്രിസ്തുവിൽ തുടരണമെങ്കിൽ എന്ത് ചെയ്യണം? ഉദാഹരണത്തിന് നിങ്ങളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നവരല്ലയോ? ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റുകളിൽ നെറ്റ്വർക്ക് കിട്ടാതാവുമ്പോൾ എന്തു ചെയ്യും? ഈ മൊബൈലും പിടിച്ചുകൊണ്ട് ഓടി നടക്കും, ഇല്ലയോ? എന്തു ചെയ്യാൻ? ഈ നെറ്റ്വർക്ക് എവിടെ കിട്ടുമെന്നറിയാൻ. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഒരു മൂലയ്ക്ക് ഒരിച്ചിരി സ്ഥലത്ത് കിട്ടുമായിരിക്കും. അപ്പോൾ അവിടെ പോയി ഈ നെറ്റ്വർക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവിടെ നിന്ന് മാറിയാൽ പിന്നെ നെറ്റ്വർക്ക് കിട്ടുമോ? ഇല്ല. അത്രയേ ഉള്ളൂ.
ക്രിസ്തുവിൽ എനിക്ക് തുടരണമെങ്കിൽ ക്രിസ്തു എവിടെയൊക്കെ ഉണ്ടോ എങ്ങനെയൊക്കെയോ എനിക്ക് റിവീൽ ചെയ്യപ്പെടുന്നു. ആ നെറ്റ്വർക്ക് ഉള്ളിടത്തോട്ട് ഞാൻ പോയി നിന്നേ മതിയാകൂ. പക്ഷെ നമ്മുടെ യേശുവിനൊരു ഗുണമുണ്ട്, ഈ ക്രിസ്തുവിനൊരു ഗുണമുണ്ട്. ഈ നെറ്റ്വർക്ക് കൊണ്ട് എൻ്റെ പുറകെ നടക്കുക. ഞാൻ നെറ്റ്വർക്കിൻ്റെ പുറകെ നടക്കണമെന്ന് വലിയ നിർബന്ധമില്ല. ഈ നെറ്റ്വർക്ക് കൊണ്ട് എൻ്റെ പുറകെ നടക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഈ നെറ്റ്വർക്കിലുണ്ട് എന്ന് ഞാനൊന്ന് ഉറപ്പാക്കണം. അത്രയും മതി. ആൻഡ് ദാറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ജീവിക്കുക എന്നത് ഒറ്റ കാര്യം. റൂത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബൈബിളിൽ പറയുന്ന റൂത്ത് നല്ല ക്യാരക്ടറാണ്. റൂത്തിൻ്റെ കഥ ഒന്ന് കേട്ടിട്ട് റൂത്ത് പറഞ്ഞൊരു ഡയലോഗുണ്ട്. അത് ഇന്നത്തെ നമ്മുടെ വായനകളിൽ പഴയ നിയമത്തിലുള്ളതാണ്. നല്ലൊരു ഡയലോഗാണ്, നമുക്ക് കണ്ണാ പഠിക്കാൻ പറ്റുന്ന ഒരു ഡയലോഗാണ്. റൂത്തിൻ്റെ ഭർത്താവ് മരിച്ചുപോയി, റൂത്തിൻ്റെ ഫാദർ ഇൻ ലോയും മരിച്ചുപോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? റൂത്ത് യഹൂദ ജനത്തിൽപ്പെടാത്ത ഒരാളായതുകൊണ്ട് സ്വന്തം അമ്മായിമ്മയുടെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. അമ്മായിമ്മ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോയപ്പം റൂത്തും ഈ അമ്മായിമ്മയുടെ കൂടെ യാത്ര ചെയ്തു. അപ്പോൾ റൂത്ത് എന്ത് ചെയ്ത് കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ഈ അമ്മായിമ്മ പറഞ്ഞു, അമ്മായിമ്മയ്ക്ക് 2 മരുമക്കളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 2 ആൺകുട്ടികളായിരുന്നു ഈ അമ്മയ്ക്ക്. ഈ അമ്മയ്ക്ക് 2 ആൺകുട്ടികളുടെ ഭാര്യമാരുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഈ അമ്മയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, 2 ആമക്കളും മരിച്ചുപോയി. അപ്പോൾ അമ്മ ഇങ്ങ് തിരിച്ചു പോരുകയാണ്. അപ്പോൾ അമ്മ തിരിച്ചു പോരുന്ന കൂട്ടത്തിൽ എന്ത് സംഭവിച്ചു? ഈ 2 മരുമക്കൾ ഇവരും കൂടി ഈ അമ്മയുടെ കൂടെ യാത്ര തുടങ്ങി. പകുതി വഴിക്ക് എത്തിയപ്പോൾ അവർ അമ്മായിമ്മ മരുമക്കളോട് പറഞ്ഞു, മക്കളെ, എനിക്കിനിയും ആമക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിട്ട് തരാൻ എനിക്ക് ആരുമില്ല. ഇനിയും ഞാനിപ്പം കല്യാണം കഴിച്ചാൽ, ഇന്ന് രാത്രി കല്യാണം കഴിച്ചാൽ തന്നെ എനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ഈ കുഞ്ഞ് വളർന്നു വന്ന് വലുതായി നിങ്ങളെ കല്യാണം കഴിക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം സങ്കടത്തിലേക്ക് പോകാതിരിക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ എന്നെ വിട്ടങ്ങ് തിരിച്ചു പോകണം. നിങ്ങളുടെ അപ്പനമ്മമാരുടെ അടുത്തോട്ട് നിങ്ങളങ്ങ് പോയിട്ട് അവരുടെ കൂടെ ജീവിക്കണം. അങ്ങനെ ഒരാൾ തിരിച്ചുപോയി, ഒരു മരുമകൾ അങ്ങ് തിരിച്ചുപോയി. ആ സമയത്ത് റൂത്ത് പറഞ്ഞ ഒരു ഡയലോഗാണ് വളരെ ഫേമസ്. അപ്പോൾ റൂത്തിനോട് ചോദിച്ചു, നീ എന്തേ തിരിച്ചു പോകാത്തെ? മറ്റവളെ പോലും നിനക്കങ്ങ് പോയിക്കൂടെ? അപ്പോൾ റൂത്ത് പറഞ്ഞ ഡയലോഗ് ഇതാണ്, അമ്മായിയമ്മേന്നല്ല വിളിച്ചേ, അമ്മേന്നാണ് വിളിച്ചേ ഈ അമ്മായിയമ്മേ. റൂത്ത് പറയുന്നത് ഇതാണ്, അമ്മയുടെ ചാർച്ചക്കാർ ഇനി എൻ്റെ ചാർച്ചക്കാരാ. ചാർച്ചക്കാരാരാ? റിലേറ്റീവ്സ്. യോർ റിലേറ്റീവ് ഇസ് ഗോയിങ് ടു ബി മൈ റിലേറ്റീവ്. അമ്മയുടെ ചാർച്ചക്കാർ ഇനി എൻ്റെ ചാർച്ചക്കാരാ. അത് കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്, അമ്മയുടെ ദൈവം എന്തായിരിക്കും പറഞ്ഞേ? എൻ്റെ ദൈവം. അമ്മയുടെ ദൈവം ഇനി എൻ്റെ ദൈവമാ. Your God is going to be my God. ഈ കുഞ്ഞുങ്ങൾ ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് യേശുവിനെ സ്വീകരിക്കാൻ പോകുമ്പോൾ ഇതുവരെ ഇന്ന് നിങ്ങൾ എൻ്റെ മുന്നിൽ ഇരുന്നിരിക്കുന്നതും ഇന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുന്നതിനും കാരണം നിങ്ങളിത് പറഞ്ഞു. ഇത്രയും വർഷം കൊണ്ട് നിങ്ങൾ പറയാൻ ശ്രമിച്ച ഇതാ, നിങ്ങളുടെ പേരൻസിനെ നോക്കിയിട്ട് നിങ്ങൾ പറയുക, ഫാദർ, മദർ, പപ്പ, മമ്മി, your God is going to be my God. ഇതല്ലേ നിങ്ങൾ പറയുന്നേ? നിങ്ങളുടെ പപ്പായുടെയും മമ്മിയുടെയും ദൈവം നിങ്ങളുടെ ദൈവം ആയിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ വന്നിരിക്കുമോ ഈ ആദ്യ കുർബാന സ്വീകരിക്കാൻ? വരില്ല. ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് ടിപ്പ് ടു ബി ഇൻ ക്രൈസ്റ്റ്. ഇന്ന് മുതൽ എന്നും പറയണം നിങ്ങളോട് തന്നെ, നിങ്ങൾ പപ്പ, മമ്മി, നിങ്ങളുടെ ദൈവം ഇനി എന്നും ഞങ്ങളുടെ ദൈവമായിരിക്കും എന്ന് ഓരോരുത്തരും പറഞ്ഞു പഠിക്കണം. നിങ്ങളുടെ ദൈവം ഇനി എൻ്റെ ദൈവമാ. Your God is going to be my God. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടിപ്പ്. ഇത് അറിഞ്ഞിരിക്കാൻ, ഇത് നഷ്ടപ്പെടാതിരിക്കാൻ. യേശു, to live in Christ, the best dialogue is to say, parents, your God is my God. ഇന്ന് മുതൽ നമുക്കിത് അങ്ങോട്ട് പറയാം. ഇനിയും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ടിപ്പ് കഴിഞ്ഞിട്ട് മാതാപിതാക്കൾക്കുള്ള ഒരു കൊച്ചു ടിപ്പ് ഞാൻ പറയട്ടെ.
ഈ കുഞ്ഞുങ്ങളിൽ ക്രിസ്തു എന്നെന്നും നിൽക്കാൻ വേണ്ടി, ഈ കുഞ്ഞുങ്ങളിൽ ക്രിസ്തു എന്നെന്നും ജീവിക്കാൻ നിങ്ങളോട് കുറച്ച് നാളോട് സഹായിക്കണം. എന്തിനാണെന്നറിയാമോ? ഈ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ പലരും 12 വയസ്സിന് താഴെ ആയിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ചിലരെങ്കിലും 12 വയസ്സൊക്കെ ആയി കാണും. നമ്മളുടെ മനഃശാസ്ത്രം അനുസരിച്ച് ഒരു വ്യക്തി, ഒരു മനുഷ്യജന്മം ശരിയും തെറ്റും തിരിച്ചറിയുന്നത് 12 വയസ്സിന് ശേഷമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മലങ്കര ക്രമത്തിൽ സാധാരണ നമ്മളീ പറയുന്ന ആദ്യ കുർബാന സ്വീകരണം നടത്തുന്നത് 12 വയസ്സിന് ശേഷമാണ്. ഈ കൂട്ടത്തിൽ മാതാപിതാക്കളെ ഒരു കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഒപ്പം തന്നെ മലങ്കരക്കാരായ ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യ കുർബാന സ്വീകരണം എന്ന് പറഞ്ഞോ, തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു കൊച്ച് കുറവുണ്ട് അതിനകത്ത്. ഇത് സത്യത്തിൽ ആദ്യ കുർബാന സ്വീകരണം എന്നതിനെക്കാട്ടിൽ ആദ്യ കുമ്പസാര സ്വീകരണമാണ്. ശരിയല്ലേ? ശരിയാ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് മലങ്കര ആരാധനക്രമത്തിൽ മാമോദീസ എന്ന കൂദാശ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഇവർക്ക് എന്തുകൂടി കിട്ടിക്കാണും. 2 കൂദാശകൾ കൂടി ഇതിനോടൊപ്പം ആദ്യമേ കൊടുത്തിട്ടുണ്ട്. മൂറോൻ അഭിഷേകവും വിശുദ്ധ കുർബാനയും. അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല മലങ്കര ക്രമത്തിൽ. 3 കൂദാശകൾ ചേർന്നാണ് പ്രവേശക കൂദാശകൾ എന്ന് പറഞ്ഞ്, ദ സാക്രമെന്റ്സ് ഓഫ് ഇനിസിയേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യമേ കൊടുക്കുകയാണ്. അവിടാണ് ആദ്യമായിട്ട് ആദ്യ കുർബാന സ്വീകരിക്കുന്നത്. മാമോദീസായും മൂറോനഭിഷേകവും വിശുദ്ധ കുർബാനയും ഒന്നിച്ച് ഒരു മലങ്കര കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞിന് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്ക് ആ അർത്ഥത്തിൽ ആദ്യ കുർബാന സ്വീകരണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇവിടെ എന്താണ് പുതുതായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്? നിങ്ങളൊക്കെ നേരത്തെ ആദ്യ കുർബാന സ്വീകരിച്ച, ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചു? ആ ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം നമ്മൾ വളർന്നു കഴിയുമ്പോൾ ഒരു സാധ്യതയുണ്ട്, പ്രായപൂർത്തിയാവുമ്പോൾ നമ്മളുടെ ഉള്ളിൽ തിന്മ വന്ന് കയറാൻ. ഉത്ഭവഭാവമല്ല, പിന്നീട് എൻ്റെ പ്രവൃത്തി കൊണ്ടുള്ള പാപങ്ങൾ വന്ന് കയറി ഞാൻ ക്രിസ്തുവിൽ നിന്ന് അല്പം ദൂരെ പോകാൻ സാധ്യതയുണ്ട്. ഈ ക്രിസ്തുവിൽ നിന്ന് ദൂരെ പോകുന്നത് എങ്ങനെയാ? എൻ്റെ ആത്മീക ചൈതന്യം അല്പം കുറഞ്ഞു വരും. എങ്ങനെ? ഞാൻ മനുഷ്യനായതുകൊണ്ട്. ഇപ്പോൾ നിങ്ങളെ ഒരുക്കുന്നത് ഈ ആത്മീക ചൈതന്യം തിരികെ പിടിക്കാനുള്ള ഒരൊറ്റ മാർഗം പിന്നീട് വിശുദ്ധ കുമ്പസാരമാണ്. ഈ കുമ്പസാരത്തിന് വേണ്ടിയാണ് സത്യമായിട്ട് നിങ്ങളെ ഒരുക്കിയത്. മാതാപിതാക്കളോട് എനിക്കുള്ള അപേക്ഷ ഇതാണ്. 12 വയസ്സായിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ 12 വയസ്സ് അങ്ങോട്ട് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളെങ്കിൽ, ഈ കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും ശരിയും തെറ്റും, നന്മയും തിന്മയും, പാപവും പുണ്യവും കൃത്യമായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങൾ കുർബാന ക്രിസ്തുവിൽ വളരുകയുള്ളൂ, കുർബാനയിൽ വളരുകയുള്ളൂ. അതുകൊണ്ട് മാതാപിതാക്കളോട് ഒരല്പം ഗഹനമായ 2 വാക്കുകൾ പരിചയപ്പെടുത്തുന്നു. ഡൽഹിയിലായതുകൊണ്ട് ഹിന്ദി വാക്കുകളൊക്കെ നമുക്ക് പരിചയമുണ്ട്. ആത്മി എന്ന വാക്ക് കേട്ടിട്ടുണ്ടല്ലോ? ഉണ്ട്. മാതാപിതാക്കളൊക്കെ ഇങ്ങനെ ഇത്ര സീരിയസ് ആയിട്ടിരിക്കരുതേ, ഒന്ന് തലയാട്ടുകയൊക്കെ ചെയ്യാം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആത്മി എന്ന വാക്ക് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് സാധാരണ ഉപയോഗിക്കുന്ന ഒരു പര്യായമാണ്, സിനോണിമാണ് ഇൻസാൻ. അങ്ങനെയും കേട്ടിട്ടുണ്ട്, ഉണ്ട്. പക്ഷെ ഇത് തമ്മിലുള്ള അർത്ഥവ്യത്യാസം അറിയാമോ? ഒരു ചെറിയ അർത്ഥവ്യത്യാസമുണ്ട്. ക്രിസ്തുവിലേക്ക് ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുപോകാൻ ഒരു പക്ഷേ ഈ 2 വാക്കിൻ്റെ അർത്ഥം നമ്മളെ ഒന്ന് സഹായിക്കും. ആത്മി എന്ന വാക്ക് അത് ഉറുദുവിൽ നിന്ന് വന്നാണ്. ഈ 2 വാക്കും ഉറുദുവാണ് അതിൻ്റെ ഒറിജിൻ. ആത്മി എന്ന വാക്ക് നമുക്ക് പരിചിതമായ ആദം എന്ന വാക്കിൽ നിന്നാണ്, വളരെ സാമ്യമുള്ളതാണ്. ആദം എന്ന വാക്കിന് അർത്ഥം എത്രയേ ഉള്ളൂ? ശ്വാസം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ബ്രത്ത്. എനിക്ക് ശ്വാസം കിട്ടി, അതാണ് ആദം. നമ്മൾ ആദം ഹൗവയും പറഞ്ഞ ആദം, ശ്വാസം കിട്ടിയവൻ, ശ്വസിക്കുന്നവൻ. ശ്വാസം കിട്ടിയവൻ്റെ പ്രത്യേകത ഇതാണ്, അവൻ ആ ശ്വാസം കിട്ടിയത് കൊണ്ട് ഈ ശ്വാസം അവസാനിക്കും. ദ ബ്രെത്ത്
സ്റ്റോപ്സ്, അവൻ മരിക്കും. ഇതാ പ്രത്യേകത. അപ്പൊ ആത്മിക്ക് എന്ത് സംഭവിക്കുന്നു? മരണം സംഭവിക്കുന്നു. എന്നാൽ ഇൻസാൻ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇൻസാൻ എന്ന വാക്ക് ഉൻസ് എന്ന ഉറുദു വാക്കിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം, ഉൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹമെന്നാണ്. അവൻ സ്നേഹമാ. ഇൻസാൻ, ചുരുക്കത്തിൽ ഇൻസാൻ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. മനുഷ്യൻ സ്നേഹത്തിലേക്ക് വളരണം എന്നാണ് ഇൻസാൻ എന്ന വാക്കിൻ്റെ ഉപയോഗം. ആത്മീ ഇൻസാനാകണം. ശ്വസിക്കുന്നവൻ സ്നേഹമായി മാറണം. ദൈവത്തിൻ്റെ ശ്വാസം നമ്മളുടെ ഉള്ളിൽ വന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്നേഹമായി മാറാനുള്ള പ്രക്രിയയാണ് സത്യം പറഞ്ഞാൽ മനുഷ്യജന്മം. ഈ ശ്വാസം നമുക്ക് തന്നിരിക്കുന്നത് നിലയ്ക്കുമ്പോഴും നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നത് ഇൻസാനായതുകൊണ്ടാണ്. വീണ്ടും ഞാൻ സ്വർഗത്തിലേക്കുള്ള യാത്ര തുടരുന്നത് എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം നിലനിൽക്കുന്നത് കൊണ്ടാണ്. മാതാപിതാക്കളോടുള്ള എൻ്റെ അപേക്ഷ ഇതാണ്. ഈ കുഞ്ഞുങ്ങളെ ആത്മീയിൽ നിന്ന് ഇൻസാനാകാനായിട്ട് നിങ്ങൾ സഹായിക്കണം. അതിനു വേണ്ടിയാണ് സത്യത്തിൽ ഇന്ന് നിങ്ങൾ ഇവർക്ക് ക്രിസ്തുവിനെ കൊടുക്കുന്നത്. ക്രിസ്തുവിലായിരിക്കാൻ ഇവരെ സഹായിക്കേണ്ടത്. നമ്മൾ സ്നേഹത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലായിരിക്കുക. ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നവരാണ് പാപം ചെയ്യുന്നത്. ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നത് പാപമായതുകൊണ്ട് അത് നമുക്കറിയാവുന്നത് കൊണ്ട് ഇന്നലെ മുതൽ ഈ കുഞ്ഞുങ്ങൾ കുമ്പസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ കുമ്പസാരിച്ചില്ല ഇന്നലെ? കുമ്പസാരിച്ചു. നിങ്ങളുടെ വികാരി അച്ഛൻ കഷ്ടപ്പെട്ടു മറ്റച്ഛന്മാരെയൊക്കെ കൊണ്ടുവന്ന് വികാരി അച്ഛൻ്റെ അടുത്ത് എല്ലാം പറ്റുമോ എന്നുള്ള വികാരി അച്ഛൻ്റെ പേടി കാരണം അറിയാത്ത ഒരാളെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ എന്തു വേണേലും പറയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന പാപങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇനി എന്ത് സംഭവിക്കുമെന്നറിയോ? ഇനിയും കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാവുന്നതിനെ കാട്ടി കൂടുതൽ പാപങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കണം. എന്താണെന്നറിയാമോ? ഞാൻ മുന്നോട്ട് ജീവിച്ച് വളർന്നു പോകുമ്പോൾ നിങ്ങൾ അപ്പനും അമ്മയോടും കാറ്റഗിസം ടീച്ചേഴ്സിനോട് ചോദിക്കണം പോയി, ടീച്ചറെ, അമ്മേ, പപ്പ, ഇത് ശരിക്കും പാപമാണോ? ഇത് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഒരു കാര്യം പാപമാണോ ഇല്ലയോ എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവിടെയാണ് ഇൻ ക്രൈസ്റ്റ്. ഐ ആം ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞെടുത്തു നിന്ന് ഞാൻ ദൂരെ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് പാപമായിക്കൊണ്ടിരിക്കും. അപ്പം അപ്പനും അമ്മയോട് ഇനി മുതൽ ചോദിക്കേണ്ടത് ഇങ്ങനെ, പപ്പ, മമ്മി, ഞാൻ പാപം ചെയ്തോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. മറിച്ച് നമുക്ക് എങ്ങനെ ചോദിക്കാം? വളരെ സിമ്പിളായിട്ട്, പാപം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ, നീ അങ്ങനെ പാപമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് ചിലരെങ്കിലും കുമ്പസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഇല്ലയോ? അല്ലെങ്കിൽ ചിന്തിക്കാറുണ്ട് അതിനു മുമ്പ് ആത്മപരിശോധന. അപ്പോൾ ഇന്ന് മുതൽ തന്നെ ഈ കുഞ്ഞുങ്ങൾ അപ്പനും അമ്മയോടും കാറ്റഗിസം ടീച്ചേഴ്സിനോടും നമ്മൾ ചോദിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? പപ്പ, മമ്മി, ഞാൻ യേശുവിൽ നിന്ന് അകന്നു പോയോ? പപ്പായും മമ്മിയേയും ഞാൻ അവരുടെ മുന്നിൽ അനുസരണക്കേട് കാണിക്കുമ്പോൾ അവരോട് ഞാൻ യേശുവിനോട് അടുക്കുവാന്നോ ദൂരെ പോകുകയെന്നോ? എന്താ പറയുന്നത്? ദൂരെ പോവുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാലോ. അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സൺഡേ സ്കൂളിന് കൃത്യസമയത്ത് വന്നില്ലെങ്കിൽ അത് യേശുവിൽ നിന്ന് ദൂരെ പോകുകയെന്നോ അടുത്ത് വരുവാന്നോ? അതറിയത്തില്ലല്ലോ. അത് പിന്നെ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് സംശയം വന്ന് നിങ്ങളുടെ കാരണം കൊണ്ടല്ല. പപ്പായും മമ്മിയും ഇത് തന്നെ പറയാറുണ്ട്, മക്കളെ ഇച്ചിരി താമസിച്ച് സൺഡേ സ്കൂളിൽ ചെന്നുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ സംശയം വന്ന്. വളർന്നു വരുമ്പോൾ വികാരിച്ചും പറഞ്ഞു തരും. വേറെ ഒന്നും ഞാൻ പറയട്ടെ, സ്കൂളിൽ എക്സാമിന് കോപ്പി അടിച്ചാൽ യേശുവിൽ നിന്ന് അകന്നു പോവാന്നോ അടുത്ത് വരുവാന്നോ? കൃത്യമായിട്ട് അറിയാമല്ലോ. വെരി ഗുഡ്. ഇതുപോലെ നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കണം. യേശുവിൽ നിന്ന് അകന്നു പോകുന്ന പ്രവർത്തികളുടെ ഒരു ലിസ്റ്റ് നമുക്കുണ്ടാകണം. യേശുവിനോട് അടുക്കുന്ന പ്രവർത്തിയുടെ ഒരു ലിസ്റ്റ് ഉണ്ടാകണം. ഇനി അച്ഛൻ 1-2 പറയട്ടെ. യേശുവിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ ചോദ്യങ്ങളാണ് ചോദിച്ചത്. യേശുവിൽ നിന്ന് അടുത്ത് വരുന്നതിൻ്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ. വളരെ സിമ്പിൾ. പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനോട് അടുത്ത് വരുവാന്നോ അകന്നു പോവാന്നോ? വെരി ഗുഡ്. പെട്ടെന്ന് നിങ്ങൾക്കറിയാം. യേശുവിനോട് കുമ്പസാരിക്കുമ്പോൾ അടുത്ത് വരുവാന്നോ അകന്നു പോവാന്നോ?
അടുത്തു വരിക. എന്താ കാരണം? അതിന് കാരണം കുമ്പസാരിക്കാൻ ഒരു വൈദികൻ ഉണ്ടാകണം. വൈദികൻ്റെ അടുത്ത് വന്നേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് പരസ്പരം കുമ്പസാരിക്കാൻ പറ്റുമോ? ഇല്ല. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. നന്നായിട്ട് നിങ്ങൾ ഇവരെ പഠിപ്പിച്ചു. സിസ്റ്റേഴ്സിനും പ്രത്യേക അഭിനന്ദനം. കൃത്യമായിട്ട് അവർക്ക് പരസ്പരം കുമ്പസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഇച്ചിരൂടെ വളർന്നു വരുമ്പോൾ നമ്മുടെ ചുറ്റിനുമുള്ള ലോകം നിങ്ങളോട് ചോദിക്കും. ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വലിയ വലിയ ചോദ്യങ്ങൾ വരുന്നത് ഇങ്ങനെ: എന്തിനാ ഒരു അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കുന്നേ? അച്ഛനൊന്നും വേണ്ടെന്നേ ഇന്ന് കുമ്പസാരിക്കാൻ. കുമ്പസാരിക്കേണ്ട ആവശ്യം പോലുമില്ല. നിന്റെ സങ്കടങ്ങളൊക്കെ നീ നിന്റെ കൂട്ടുകാരനോട് പറഞ്ഞാൽ മതി. എന്നിട്ട് പോയി കുർബാന സ്വീകരിച്ചോ എന്നൊക്കെ പറയുന്ന വലിയൊരു ലോകം നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ വലിയ തത്വങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഏറ്റവും കുറഞ്ഞത് മിനിമം നിങ്ങൾ തിരിച്ചറിഞ്ഞു, കുമ്പസാരിക്കാൻ എനിക്ക് ആരുടെ അടുത്തേ പറ്റൂ? അച്ഛൻ്റെ അടുത്ത് പറ്റൂ. എന്താ മക്കളെ കാരണമെന്ന് ചോദിച്ചാൽ എന്താ നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ പറയാൻ പോകുന്നേ? ആത്ത കാര്യം കണ്ടോ, അവൻ നന്നായിട്ട് കുറച്ചുകൂടെ ആഴത്തിൽ പഠിച്ചു. വെരി ഗുഡ്. അപ്പം നീ ക്രിസ്തുവിനോട് ഒരു പടിയും കൊണ്ട് അടുത്തു. സത്യം പറയുമ്പോൾ എന്തായി മാറും? ഇൻസാൻ. വെരി ഗുഡ്. മാതാപിതാക്കളോട് പറഞ്ഞ കാര്യം ഇവർക്കാ വട്ടത്ത് പിടി കിട്ടി. ഇൻസാനായി മാറുന്ന ഇങ്ങനെ സത്യങ്ങളെ തിരിച്ചറിയുമ്പോൾ ഞാൻ സ്നേഹത്തിന്റെ പൂർണ്ണതയിലാണ് വളരുന്നേ. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങി വന്നിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠവും ഉചിതവുമാകും. ദ പെർഫെക്റ്റ് ടൈം. ഇതുകൊണ്ടാണ് ഞങ്ങളെല്ലാം സന്തോഷിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞങ്ങളും ഇരുന്ന് സന്തോഷിക്കും. അപ്പോൾ യേശുവിനോട് അടുത്ത് നിൽക്കാൻ ഞാൻ തന്നെ പോയി മാർഗങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. അന്നേരം ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് സ്കൂളിൽ നമ്മൾ പഠിക്കത്തില്ലയോ? അപ്പം പഠിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താ? ടീച്ചേഴ്സും പാരൻസൊക്കെ പരീക്ഷയ്ക്ക് ജയിക്കണം. ഓക്കെ, പരീക്ഷയ്ക്ക് ജയിക്കണം. അതിന് പല മാർഗങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്? കൃത്യമായിട്ട് നേരത്തെ പഠിച്ചു തുടങ്ങാം, ഹോംവർക്ക് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് മെമ്മറൈസ് ചെയ്ത് ഒരു റീഫ്രഷിങ്ങുമായിട്ട് ഒന്നുകൂടെ ഒന്ന് പഠിച്ചിട്ട് പിന്നെ സ്കൂളിൽ ഇന്ന് എന്താ പറയുന്നത്, മോഡൽ എക്സാംസ് ഉണ്ട്. മുൻകൂട്ടി എക്സാമൊക്കെ നടത്തി പ്രിപ്പയർ ചെയ്ത് പോയിരുന്ന എക്സാം എഴുതാം. ദാറ്റ് ഈസ് വൺ വേ. ഇനിയും ലോകം പറഞ്ഞു തരുന്ന വേറൊരു വേ ഉണ്ട്. എന്താണെന്നറിയോ? ചീറ്റിങ് ആണ്ടോ. നിങ്ങൾ അങ്ങനത്തെ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഉപയോഗിക്കുന്ന കുറച്ചുകൂടി നല്ല വാക്കാണ് നോക്കി എഴുതുക എന്നാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടെ കോപ്പിയിങ്. യു ജസ്റ്റ് സീ ആൻഡ് ഡു ദ തിങ്. അപ്പം അത് നല്ല മാർഗമാണോ? രണ്ടും പരീക്ഷയ്ക്ക് ഉപയോഗിക്കാം, ഇല്ലയോ? ഈ കോപ്പി അടിക്കുന്നവന് എന്ത് സംഭവിക്കും? നന്നായിട്ട് പഠിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നന്നായിട്ട് പഠിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് ഞാൻ കണ്ടുപിടിച്ചത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? മുൻകൂട്ടി പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതി നന്നായിട്ട് പഠിക്കും. ദാറ്റ്സ് ഇറ്റ്. ഇന്ന് ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് when you are in Christ you make the right choice. ഇതാണ് കാര്യം. യേശുവിലായിരിക്കുന്നവൻ കൃത്യമായ ചോയ്സ് ഉണ്ടാവും അവൻ്റെ ജീവിതത്തിൽ. എന്തിന്? യേശുവിൽ നിന്ന് അകന്നു പോകാനുള്ള ചോയ്സുകളല്ല എനിക്കുണ്ടാകേണ്ടത്, യേശുവിനോട് അടുത്ത് നിൽക്കാനുള്ള ചോയ്സുകൾ. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ കുർബാന പൂർണ്ണമാക്കുമ്പോൾ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ നിന്ന് ദണ്ട് ഇവർ ഭയങ്കര ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമാണ്. വണ്ടർഫുൾ. യു ആർ വെരി ക്ലേവർ ആൻഡ് ഇൻ്റലിജൻറ്റ്. അതിന് ഇന്ന് ഉപയോഗിക്കുന്ന വാക്കാണ് സ്മാർട്ട്. യു ആർ വെരി സ്മാർട്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ ഈ ചോദ്യത്തിന്, ഇനിയും ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരം പറയാം. യു നോ, ടുഡേ വി റെഡ് അബൌട്ട് സക്കറിയ. ഹി വാസ് എ പ്രീസ്റ്റ്. കുർബാന അർപ്പിച്ചിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ പിന്നെ വർത്താനം പറയാൻ പറ്റിയോ? ഇല്ല. മാലാഖ എന്തായിരുന്നു പറഞ്ഞേ? എന്താ കൊടുത്തേ? അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു മാലാഖയോട്. എന്തേ? മാലാഖ എന്തായിരുന്നു വന്ന് സക്കറിയയോട് പറഞ്ഞേ? സക്കറിയ, നിനക്കൊരു കുഞ്ഞിനെ കിട്ടാൻ ഒരു പുത്രൻ ജനിക്കാൻ പോവുകയാണ്. അപ്പോൾ സക്കറിയ ഒരു ചോദ്യം ചോദിച്ചു. ഒരു ചോദ്യമാണ് ചോദിച്ചത്, വെറും സിമ്പിൾ ഒരു ചോദ്യം. എന്താ ചോദിച്ചേ? ഇതെങ്ങനെയാ എനിക്ക് സംഭവിക്കുന്നത്? ഞാൻ പ്രായപൂർത്തിയായല്ലോ. ഓക്കെ, ഫൈൻ. സോ നൗ ഐ എം ഗോയിങ് ടു ആസ്ക് യു അനദർ ക്വസ്റ്റ്യൻ. പരിശുദ്ധ മറിയം അറിയാമല്ലോ. പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്തും ഇതുപോലൊരു മാലാഖ വന്നില്ലയോ? അനൻസിയേഷൻ, യു റിമെമ്പർ? യു ഹാവ് ലേൺഡ്. വെരി ഗുഡ്. പരിശുദ്ധ അമ്മയുടെ അടുത്തും മാലാഖ വന്നിട്ട് ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. എന്തേ? മറിയമേ, നിനക്കും ഒരു പുത്രൻ ജനിക്കാൻ പോവാ. പരിശുദ്ധ അമ്മയും ഈ സക്കറിയ ചോദിച്ച പോലെ ഒരു ചോദ്യമാണ് ചോദിച്ചത്.
ഇതെങ്ങനെ എനിക്ക് സംഭവിക്കും? ടിൽ ദെൻ ഇറ്റ്സ് ഓക്കെ, നൗ സീ ദ റിസൾട്ട്. ഇവിടെയാണ് എൻ്റെ ചോദ്യം. വൈ ദിസ് ടു റിസൾട്ട്സ് ആർ ഹാപ്പനിങ്? സക്കറിയ ചോദിച്ചു, ഇതെങ്ങനെ എനിക്ക് സംഭവിക്കും? പിന്നെ സക്കറിയായിക്ക് ഒരു ശിക്ഷ കിട്ടി. നീ ഇത് അവിശ്വസിച്ചതുകൊണ്ട് നീ ഇനി മിണ്ടണ്ട ഈ കുഞ്ഞ് ജനിക്കുന്നത് വരെ. ഹി ഗോട്ട് എ പണിഷ്മെന്റ്. പക്ഷെ ഇപ്പുറത്ത് ഇതേ ചോദ്യം തന്നെയാണ് മാലാഖയോട് ആര് ചോദിച്ചത്? മറിയം ചോദിച്ചത്. ഹൗ വിൽ ദിസ് ഹാപ്പൻ ടു മീ? ഹൗ ക്യാൻ ദിസ് ഹാപ്പൻ ടു മീ? ഇതെങ്ങനെ എന്നെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മാലാഖ മറിയത്തിന് ശിക്ഷ കൊടുത്തോ? കൊടുത്തില്ല. അതെന്താ? വൈ? Do you have an answer? Same thing happened and the result is true. നമ്മളുടെ ഭാഷയെ പറഞ്ഞ ആ ഗോഡ് ഇസ് ആൻ ഇൻജസ്റ്റ് ഗോഡ്. അനീതി കാണിക്കുന്ന ദൈവമല്ലേ നമ്മുടെ? ഒരേ ചോദ്യം ഒരേ ഉത്തരം, രണ്ടു പേർക്ക് രണ്ട് നിയമങ്ങൾ. അതെങ്ങനെ ശരിയാകുന്നേ? അത് ശരിയാകത്തില്ല. ഇന്നത്തെ സക്കറിയായിക്ക് കിട്ടിയ ശിക്ഷയ്ക്ക് കാരണം എന്തെന്ന് കുഞ്ഞുങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇതാ പറഞ്ഞേ, സത്യത്തെ നിങ്ങൾ തേടണം. ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഞാൻ സത്യം എന്തെന്ന് അറിയാൻ ഇറങ്ങിത്തിരിക്കണം. വല്ലവരുമൊക്കെ പറയുന്നത് കേട്ടതല്ല പോകേണ്ടത്, കൃത്യമായിട്ട് പറഞ്ഞു തരാവുന്നവരുടെ അടുത്ത് നമ്മൾ പോകണം. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഞാൻ ഈ പറയുന്ന ഉത്തരം അറിയാം. പക്ഷേ ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ കാരണം എന്നറിയോ? സക്കറിയായിക്ക് ഹി ഗോട്ട് എ പണിഷ്മെന്റ്, ബട്ട് മദർ മേരി ഡിഡ്ന്റ് ഗെറ്റ് എ പണിഷ്മെന്റ്. അതിനൊറ്റ കാര്യമുള്ളൂ. സക്കറിയ ആരായിരുന്നു? പുരോഹിതനായിരുന്നു. സക്കറിയ ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. പ്രായമുള്ള മനുഷ്യനാണോ? ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഈ വളർന്നു വന്നപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം പഠിച്ചിരിക്കുന്ന ഒരാൾ എന്തറിഞ്ഞിരിക്കണം? ദൈവത്തിൻ്റെ ഇടപെടലുകൾ അറിഞ്ഞിരിക്കണം. ഇറ്റ്സ് കമ്പൽസറി. അവിടെയാണ് സക്കറിയായിക്ക് പഴിച്ചത്, തെറ്റുപറ്റിയത്. നിങ്ങൾ വളർന്നു വരുമ്പോൾ തെറ്റുപറ്റാതിരിക്കണമെങ്കിൽ, ക്രിസ്തുവിനോട് ചേർന്നിരിക്കണമെങ്കിൽ ഈ പ്രയോഗം നടത്തണം. സക്കറിയായിക്ക് എന്താ തെറ്റുപറ്റിയത്? ഇന്നിവിടെ പഴയ നിയമം വായിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നൊരു കഥ വായിച്ചത് കേട്ടായിരുന്നോ? ചിലരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് കേട്ട് കാണും. ശുശ്രൂഷകൻ അത് നന്നായിട്ട് ഇവിടെ വായിച്ചു. അബ്രഹാമിൻ്റെയും സാറായുടെയും കാര്യം അവിടെ പറയുന്നുണ്ട്. അബ്രഹാമിന് പുത്രൻ ജനിച്ചപ്പോൾ, സാറായിലൊരു പുത്രൻ ജനിച്ചപ്പോൾ എത്ര വയസ്സുണ്ടായെന്നറിയോ? 100 വയസ്സ് കഴിഞ്ഞിരുന്നു. സാറായിക്ക് 90 വയസ്സോളം അടുത്ത്. അപ്പോൾ ഇത്രയും പ്രായമുള്ളപ്പോഴായിരുന്നു ഇവർക്ക് ആര് ജനിച്ചത്? ഇസഹാക്ക് ജനിച്ചത്, പുത്രൻ ജനിച്ചത്. അത് ആരായിരുന്നു അവർക്ക് കൊടുത്തത്? ദൈവമാ കൊടുത്തേ. ഇത് ആർക്കറിയണം? നമ്മുടെ ഇന്നത്തെ കഥാപാത്രത്തിന് അറിയണം. സക്കറിയായിക്ക്. സക്കറിയ അറിഞ്ഞിരിക്കേണ്ടതാ. കാരണം ഇത് പഴയ ഒത്തിരിയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമായത്. അപ്പൊ ഇത് സക്കറിയായിക്ക് അറിയായിരുന്നു. പക്ഷേ അതേപോലെ തന്നെ ഒരു ദൈവദൂതൻ വന്നിട്ട് ഇതേ ഒരു കഥ, അബ്രഹാമിൻ്റെ കാലത്ത് നടന്ന ഒരു കഥ സക്കറിയായിക്ക് പറഞ്ഞപ്പോൾ സക്കറിയ എന്ത് ചെയ്തു? സക്കറിയായുടെ ജീവിതത്തിൽ വിശ്വസിച്ചില്ല. ഇതാ സക്കറിയായിക്ക് പറ്റിയ അബദ്ധം. അപ്പൊ സക്കറിയായോട് ദൂതൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടു ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ, നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോണം. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട്, യു ഡിഡ്ന്റ് ബിലീവ് ഇറ്റ്, അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായി തീരും. ഇതുകൊണ്ടാണ് ഹി ഗോട്ട് ദ പണിഷ്മെന്റ്. എന്നാൽ ഇനി മാതാവിൻ്റെ കാര്യം നോക്കിക്കേ. മാതാവിനും ഈ ബൈബിളെല്ലാം പഠിച്ചിട്ടില്ലയോ? ഉണ്ട്. അപ്പം പിന്നെ മാതാവിന് എന്താ ശിക്ഷ കൊടുക്കാഞ്ഞേ? മാതാവ് എത്ര വയസ്സ് തൊട്ടാ പള്ളിയിൽ ജീവിച്ചെന്നറിയാമോ? 3-ാം വയസ്സ് തൊട്ട് പള്ളിയിലാണ് ജീവിച്ചേ. അപ്പം അങ്ങനെ ആണെങ്കിൽ 3-ാം വയസ്സ് തൊട്ട് അവളുടെ മുന്നിൽ മാലാഖ വന്ന് നിൽക്കുമ്പോൾ എത്ര വയസ്സുണ്ടെന്നറിയാം? 14 to 18 ഇടയ്ക്കുള്ള പ്രായമാണെന്നാണ് പറയുന്നത്. 14 വയസ്സ് തൊട്ട് 18 വയസ്സ് അകത്ത് കാണും മാതാവിന് അന്നേരം. അപ്പം അത്രയും നാളും ബൈബിള് പഠിച്ചിട്ടുണ്ട്. അപ്പം മാതാവിനും ഇതറിയാം അബ്രഹാമിൻ്റെ കാര്യം. അങ്ങനെ ആണെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് ശിക്ഷ കൊടുത്തത്? ശിക്ഷ കൊടുക്കാഞ്ഞത്? മാലാഖ എന്തുകൊണ്ടാണ് ശിക്ഷ പറയാഞ്ഞ്? വീണ്ടും അനീതി അവിടുത്തെ പ്രശ്നം.
പക്ഷേ മാതാവിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മാതാവിന് ഇതെല്ലാം അറിയാം, അബ്രഹാമിൻ്റെ കാര്യം അറിയാം. ഇങ്ങോട്ട് അതുപോലെ വന്ധ്യയായിരുന്ന അനേകർക്ക് പഴയ നിയമത്തിൽ മക്കളെ കിട്ടുന്നത് ആർക്കറിയാം? പരിശുദ്ധ അമ്മയ്ക്കും അറിയാം. പക്ഷെ അവൾ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ ക്ലിയറാണ്. അവൾ ചോദിച്ചത്, പുരുഷനെ അറിയാത്ത ഞാൻ ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. മാതാവ് കൃത്യമായിട്ട് ബൈബിള് പഠിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ ചോദ്യം. എന്തേ? ബൈബിളിലെങ്ങും പരിശുദ്ധ അമ്മയുടെ സമയം വരെ, അതിന് ശേഷവും ഇന്ന് വരെയും ഒരു സ്ത്രീയും പുരുഷനെ അറിയാതെ ഒരമ്മയായിട്ടില്ല. ഇതാണ് എൻ്റെ ഉത്തരം. പുരുഷനെ അറിയാതെ ഒരു സ്ത്രീയും അമ്മയായിട്ടില്ല എന്നുള്ളത് ബൈബിളിൽ കൃത്യമായിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുള്ളിടത്ത് വന്ധ്യയാണെങ്കിലും ദൈവം മക്കളെ കൊടുക്കുന്നു. പക്ഷെ പുരുഷനെ അറിയാതെ ആരും അമ്മയായിട്ടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് എന്ത് കിട്ടാതിരുന്നത്? ശിക്ഷ കിട്ടാതിരുന്നത്. അവിടെ പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്, പുരുഷനെ അറിയാത്ത ഇതെങ്ങനെ എന്നിൽ സംഭവിക്കും എന്ന് ചോദിച്ചപ്പോൾ മാലാഖ എന്താ പറഞ്ഞേ? മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ ഒരു പുതിയ തുറവി കണ്ടോ? ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മക്കളോട് എനിക്ക് പറയാനുള്ളത്രേ ഉള്ളൂ, ഇന്ന് നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ യു വിൽ ഓൾസോ ഗെറ്റ് ആൻസേഴ്സ് ടു യുവർ ലൈഫ്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ഉത്തരം കിട്ടാതെ എന്തെങ്കിലും ഇരിക്കുമ്പോൾ, ഫസ്റ്റ് യു ആസ്ക് ജീസസ്. From now onwards, you are getting the real presence of Jesus in you. It started from the baptism. മാമോദീസായിലൂടെ തുടങ്ങിയത് ഇന്ന് പോവുകയാണ്. അപ്പോൾ ഇന്ന് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരികയാണ്. ഇനി നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ സഹായിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ കുർബാനയിൽ സമർപ്പിക്കാം. നമ്മൾ എല്ലാവരും ചേർന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്. ഇതിനകത്ത് നമുക്കുണ്ടാകേണ്ടത് എൻജിനീയർമാരും ഡോക്ടേഴ്സും പൈലറ്റുമാരും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നുകൂടി ആഗ്രഹിക്കാം, ഇതിനകത്ത് സന്യാസികളും വൈദികരും ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ MBBS ആയാലും ഡോക്ടറായാലും എൻജിനീയർ ആയാലും പ്രൊഫസറായാലും പൈലറ്റായാലും അതിൻ്റെ കൂടെ നമുക്ക് ഒരു വാക്ക് കൂടി ചേർക്കണം. മറക്കരുത്. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളുടെ വാക്കിനോടൊപ്പം ചേർക്കേണ്ടത്, യേശു നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരായി മാറുന്നു? വിശുദ്ധരായി മാറുന്നു. നിന്നെ കൊള്ളാമല്ലോടെ മോനെ, വിശുദ്ധരായി മാറുന്നു. അവൻ നല്ല ഉത്തരം പറഞ്ഞു. ഈ വിശുദ്ധി എന്നും നിലനിൽക്കാൻ, വിശുദ്ധനായ ഒരു ഡോക്ടറാകാൻ, വിശുദ്ധനായ ഒരു എൻജിനീയർ ആകാൻ, വിശുദ്ധനായ ഒരു പൈലറ്റാകാൻ, വിശുദ്ധനായ ഒരു ഫാർമറാകാൻ, വിശുദ്ധനായ ഒരു ഹസ്ബൻഡാകാൻ, വിശുദ്ധയായ ഒരു വൈഫാകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.